നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ആണ്ട് ഓഗസ്റ്റ് മാസം 31 തീയതി 1200 ആണ്ട്. കാരണം 1199 ആണ്ട് തീർന്ന് പുതു വർഷം ആരംഭിച്ച് ഇന്ന് 15 തീയതിയാണ്. 1200 ആണ്ട് ചിങ്ങമാസം 15 തീയതി. പുതിയ ഒരു നൂറ്റാണ്ട് ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ചിങ്ങമാസം ഐശ്വര്യപ്രദമായ മാസമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്. നക്ഷത്രം പൂയൻ നക്ഷത്രമാണ്. പൂയൻ നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രമാണ് പൂയം. നക്ഷത്രം കൊള്ളാം, മാസം കൊള്ളാം, പക്ഷെ ദിവസം ശനിയാഴ്ചയാണ്. ശനി എന്ന് പറയുമ്പോൾ കുറച്ച് ഏറെ നെഗറ്റീവ് എനർജി ഉള്ള ദിവസമാണെന്ന്. പലതരത്തിലുള്ള തടസ്സവും അസ്വസ്ഥതയ്ക്കും ഒക്കെ ഇടവരുന്ന ദിവസമാണ് ശനിയാഴ്ച. അത് പലതരത്തിലുള്ള തടസ്സഭാവങ്ങളെ കൊടുക്കും. ഇത് മാത്രമല്ല, ഏറ്റവും പ്രധാനം ഇന്ന്, അതായത് ചിങ്ങമാസത്തിലെ പൂയൻ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ശനിയാഴ്ച കൂടിയായ ഇന്ന് ഒരു വർഷത്തെ ഫലത്തെ, നമ്മൾ ബർത്ത്ഡേക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പോകണത് എന്തെന്ന് വെച്ചാൽ വാർഷിക ഫലത്തെ ചിന്തിക്കുന്നതാണ്. പൂയ നക്ഷത്രത്തിന് ഇപ്പോൾ ജാതകാലം എത്ര നല്ല സമയമാണ്, ഗോചരാലം എത്ര നല്ല സമയമാണ് എങ്കിൽ പോലും ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള പൂയ നക്ഷത്രക്കാർക്ക് കുറച്ച് കഷ്ടതയേറിയ വർഷം തന്നെയാണ്. സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, ശാരീരിക പ്രശ്നങ്ങൾ വന്നു ചേരും, അതുപോലെ സമാധാനക്കുറവ് വരും, എല്ലാ കാര്യങ്ങൾക്ക് വിഘ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും, അസുഖങ്ങൾ വിട്ടുമാറാതെ നിൽക്കും, മറ്റ് ബന്ധുമിത്രാദികളിൽ നിന്ന് അകന്ന് നിൽക്കാൻ ഇടവരും, അതുപോലെ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ കൂടും, അതായത് സമ്മർദ്ദത്തിലാക്കും. അതുപോലെ ഇന്ന് അവരെന്ത് ചെയ്യണം? ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം, ശനിവ്രതം നോക്കണം, സൂര്യഭഗവാനെ തൊഴണം, ശനീശ്വര യന്ത്രം ദേഹരക്ഷയായി ധരിക്കണം. ഇന്നത്തെ ദിവസം നമുക്കത്ര നല്ലതല്ല എങ്കിലും ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ രാഹുകാല സമയവും കൂടി നോക്കിയിട്ട് യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. ശനിയാഴ്ച പൊതുവേ 9 മണി മുതൽ 10:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് 9:22 തൊട്ടേ രാഹുകാലം തുടങ്ങുള്ളൂ. 9:22 വരെ രാഹുകാലം ഇല്ല, 22 തൊട്ടേ തുടങ്ങത്തുള്ളൂ. ആ രാഹുകാല സമയം 10:53 വരെ ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ 10:53 ശേഷമോ 9:22 മുമ്പോ യാത്ര തിരിക്കുക. അതുപോലെ ഗുളികകാലവും യമകണ്ഠ കാലവും ശ്രദ്ധിക്കണം. ഗുളികകാല സമയം വരുന്നത് 9:19 തൊട്ട്, ഗുളികകാല സമയം അന്ന് വരുന്നത് 6:19 തൊട്ട് 7:50 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 1:56 തൊട്ട് 1:56 തൊട്ട് 3:26 വരെയും. അപ്പോൾ ഈ സമയം, ഈ രണ്ട് സമയങ്ങളും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതായത് യമകണ്ഠ കാലസമയവും ഗുളികകാല സമയവും 6:19 തൊട്ട് 7:50 വരെ ഗുളികകാല സമയവും, അതേപോലെ 1:56 തൊട്ട് 3:28 വരെ യമകണ്ഠകാല സമയം. ഈ രണ്ട് സമയവും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. 12:01 തൊട്ട് 12:49 വരെ 48 നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഈ സമയം നമുക്ക് എന്ത് ശുഭകാര്യത്തിനും എടുക്കാം. ശനിയാഴ്ച ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് ഇന്ന് മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതില്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ ഈ സമയം നമുക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ ഇന്ന് വസ്ത്രധാരണത്തിനും പ്രാധാന്യം കൊടുക്കുക. കറുപ്പോ നീലയോ അല്ലെങ്കിൽ കറുപ്പ് നീല മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് ഏറ്റവും ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. ഇപ്പോൾ പുരോഗതിക്കും, അതുപോലെ ശനിയുടെ ദോഷം ബർത്ത്ഡേ ഉള്ളവർക്ക് ഒരു വർഷം ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു പൂജാതി കർമ്മങ്ങളും ചെയ്തു പോവുക. ഇവർ കൂടുതലായിട്ട് ഇന്നത്തെ ദിവസം ഈ വസ്ത്രധാരണത്തിലൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ഇപ്പോൾ
കറുത്ത പൊട്ടൊക്കെ ധരിക്കുന്നതും ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യബലത്തെ പ്രദാനം ചെയ്ത് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.